നിങ്ങൾ നോക്കൂ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നോക്കുമ്പോൾ RSS കായികമായിട്ട് ആരെയാണ് ഏറ്റവും കൂടുതൽ ആക്രമിച്ചത്? CPM-ൻ്റെ പ്രവർത്തകന്മാരെയാണ്. 215 സഖാക്കൾ ജീവാർപ്പണം ചെയ്തിട്ടുള്ള ഒരു മണ്ണാണ് കേരളം. എന്തായിരുന്നു ആക്രമണത്തിൻ്റെ പിന്നിൽ? ആക്രമണത്തിൻ്റെ പിന്നിൽ കേരളത്തിൽ RSS-ൻ്റെ ആശയങ്ങൾക്കും RSS-ൻ്റെ സംഘടനക്കും നുഴഞ്ഞു കയറാൻ കഴിയണമെങ്കിൽ CPM-നെ തകർക്കണം. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ ശക്തി. മതനിരപേക്ഷതയുടെ ഒരു കരുത്തുറ്റ ശക്തിയായിട്ട് CPM-ഉം ഇടതുപക്ഷവുമാണ് ഉള്ളത്. അപ്പോൾ ആ ഇടതുപക്ഷത്തെ തകർക്കണം. അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-നെ തകർക്കണം. മോദിയും അമിത്ഷായും ഒക്കെ പറയുന്നതിന് പുറമെ RSS-ൻ്റെ തലവൻ മോഹൻ ഭാഗവത് കൃത്യമായി പറഞ്ഞു, RSS രൂപീകരണത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി ഇനിയത്തെ RSS-ൻ്റെ പദ്ധതി എന്താണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് സാംസ്കാരിക മാർക്സിസത്തെ തകർക്കലാണ്, ഉന്മൂലനം ചെയ്യലാണ്. സാംസ്കാരിക മാർക്സിസത്തെ ഉന്മൂലനം ചെയ്യണം. അതിനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇടപെടുന്നത്. ഇതിനോട് ആർക്കാ കൃത്യമായിട്ടുള്ള നിലപാടുള്ളത്? ഇവിടെ ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ UDF-ൻ്റെ ഭാഗമാണ്. ആ UDF-ന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ്സാണ്. എന്താ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പാരമ്പര്യം? ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ശ്രീമാൻ VD സതീശൻ, എന്താ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം? RSS തലവനായിട്ടുള്ള ഗുരുജി ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുമ്പിൽ നമസ്കരിക്കുന്നു, ദീപം കൊളുത്തുന്നു. അല്ലേ? RSS പരിപാടിയിൽ പങ്കെടുത്ത ഒരു കോൺഗ്രസ് നേതാവ്, പഴയൊരു പ്രതിപക്ഷ നേതാവുണ്ട്, പഴയൊരു KPCC പ്രസിഡന്റ് സുധാകരൻ എന്തേ പറഞ്ഞത്? എൻ്റെ കുട്ടികൾ RSS-ൻ്റെ ശാഖക്ക് കാവൽ നിന്നിട്ടുണ്ട് കേട്ടോ. CPM-നെ എതിരിടാൻ വേണ്ടി RSS-കാരെ ഞാൻ സജ്ജമാക്കിയിട്ടുണ്ട്. RSS-ൻ്റെ ശാഖകൾക്ക് എൻ്റെ കോൺഗ്രസ്സുകാരായിട്ടുള്ള കുട്ടികൾ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറയുന്ന പഴയ KPCC പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഗുരുജി ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുൻപ് കുമ്പിടുന്നു, നിലവിളക്ക് കൊളുത്തുന്നു. എന്നിട്ട് പറയാണ്, മാർക്സിസ്റ്റുകാരും RSS BJP-ക്കാരും തമ്മിൽ ഡീൽ ഇല്ല. അതാണ് ഞാൻ ചരിത്രം ഓർമ്മിപ്പിച്ചത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ, മലപ്പുറം ഉൾപ്പെടെ 14 ഉള്ളതിൽ 13 ജില്ലകളിലും CPM-ൻ്റെ സഖാക്കളാണ് RSS-ൻ്റെ കൊലക്കത്തിക്കരിയായത്. 215 സഖാക്കളുടെ ജീവാർപ്പണം എന്തിനു വേണ്ടിയിട്ടാണ്? RSS നമ്മുടെ കേരളീയ സമൂഹത്തിൽ നുഴഞ്ഞു കയറി അവരുടെ മതരാഷ്ട്ര സിദ്ധാന്തം പ്രയോഗത്തിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി ആശയപരമായിട്ട് മാത്രമല്ല കായികമായിട്ടും ആക്രമിച്ചത് CPM-നെയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ 215 സഖാക്കൾ ജീവാർപ്പണം ചെയ്യേണ്ടി വന്നത്. അതിലൊരു ജീവാർപ്പണം 1971 ഡിസംബർ മാസം അവസാനം തലശ്ശേരിയിൽ ആരംഭിച്ച വർഗീയ കലാപത്തിൻ്റെ ഘട്ടത്തിലാണ്. വർഗീയ കലാപങ്ങളുടെ ചരിത്രം നിങ്ങൾ ഓർത്തു നോക്കൂ. ബീഫിൻ്റെ പേരിൽ അല്ലേ വർഗീയ കലാപം. ഇന്ന് രാജ്യത്ത് പലയിടത്തും മതപരമായ ഘോഷയാത്ര, ഹിന്ദു വിഭാഗത്തിൻ്റെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഘോഷയാത്ര നടത്തുമ്പോൾ തൊട്ടപ്പുറത്തുള്ള മുസ്ലിം പള്ളി, തൊട്ടപ്പുറത്തുള്ള ക്രിസ്ത്യൻ പള്ളി വലിയ കർട്ടൻ കൊണ്ട് മറക്കും. മനസ്സിലായില്ലേ? കാരണം എന്താ? ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ അവിടെ വർഗീയ സംഘർഷം പൊട്ടിപ്പുറപ്പെടും. ഉണ്ടോ കേരളത്തിൽ? എന്താ ഇല്ലാത്തത്? ഈ നാട്ടിലെ UDF-കാർ പറയണം ഈ നാട്ടിലെ ജനങ്ങളോട്. അവിടെയാണ് മതനിരപേക്ഷതയുടെ സംരക്ഷയെ തുരുത്ത് സൃഷ്ടിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും നടത്തിയിട്ടുള്ള ത്യാഗപൂർണ്ണമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രം നമുക്ക് മനസ്സിലാവുക. ആരെയാണ് RSS കേരളത്തിൽ ലക്ഷ്യമിടുന്നത്? കോൺഗ്രസിനെയാണോ സുഹൃത്തുക്കളെ? അല്ല. മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ലീഗിനെയാണോ? അല്ല, ഇടതുപക്ഷത്തെയാണ്. ഇടതുപക്ഷത്തെ തകർത്താൽ കേരളത്തിൽ മതനിരപേക്ഷത തകർക്കാൻ പറ്റും. RSS-ൻ്റെ ആധിപത്യം കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതേവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ തലശ്ശേരി കലാപത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ആരായിരുന്നു അന്ന് കേരളത്തിൽ ഭരണത്തിൽ? ഞാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും ചോദിക്കുകയാണ്. കേരളത്തിൽ എവിടെ വർഗീയ കലാപത്തിൻ്റെ ശ്രമങ്ങൾ നടന്നുവോ ആ ഘട്ടങ്ങളിലെല്ലാം കേരളം ഭരിച്ചത് കോൺഗ്രസും ലീഗും ചേർന്നാണ്. നിങ്ങൾ വടക്കേ അറ്റത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ കാസർഗോഡ് ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി കെട്ടിപ്പിടിച്ച് ഭരിക്കുന്ന കാലത്ത് കാസർഗോഡ് വെടിവെപ്പ്, കത്തിക്കുത്ത്, കൊലപാതകം. കർണാടകത്തിൽ നിന്ന് RSS-കാർ വരും, ഇവിടെ കുറച്ച് എതിരാളികളും ചേർന്നുകൊണ്ട് വർഗീയ സംഘർഷം, വെടിവെപ്പ്, മരണം. ഉണ്ടോ 10 വർഷക്കാലം സുഹൃത്തുക്കളെ? ഞാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും ചോദിക്കുകയാണ്, വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഈ 10 വർഷക്കാലം കേരളത്തിൽ വർഗീയ ശക്തികൾ ഇല്ലാഞ്ഞിട്ടല്ല, ആ വർഗീയ ശക്തികളുടെ വിട്ടുവീഴ്ച കൂടാതെ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ സംവിധാനത്തിലുണ്ട്, ഈ കേരളത്തിലുണ്ട്. സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന LDF സർക്കാർ. നിങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു നോക്കൂ അല്ലേ? ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾ കർട്ടനിട്ട് മറക്കുക. അല്ലെങ്കിലോ ഘോഷയാത്രയിൽ നിന്ന് കല്ലേറ്, തിരിച്ച് കല്ലേറ്, കുഴപ്പം, വർഗീയ കുഴപ്പം. എത്ര ആളുകൾ കൊല്ലപ്പെട്ടു? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 71 ഡിസംബറിൽ തലശ്ശേരിയിലെ വർഗീയ കലാപം നടക്കുമ്പോൾ നിരവധി പള്ളികൾ ആക്രമിക്കപ്പെട്ടു. ചില ഹിന്ദുക്കളുടെ കടകളും ആ കലാപത്തിൻ്റെ ഭാഗമായി ആക്രമിക്കപ്പെട്ടു. പക്ഷെ കലാപത്തിൻ്റെ ഘട്ടത്തിൽ
ഒരു ജീവനും നഷ്ടപ്പെട്ടിട്ടില്ല. പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ജീവൻ നഷ്ടപ്പെട്ട പ്രസ്ഥാനം ഏതാണ്? CPM ഒരു ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് UK കുഞ്ഞിരാമൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ആ UK കുഞ്ഞിരാമനെ പറ്റി പറയുമ്പോൾ നമ്മുടെ കോൺഗ്രസ്സുകാർ, ലീഗുകാർ എന്തൊക്കെ നുണകളാണ് അവർ പ്രചരിപ്പിക്കുന്നത് അല്ലേ? LDF വസ്തുതകൾ പറയുമ്പോൾ നുണകളുടെ ഘോഷയാത്ര. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നുണേശനായി മാറിക്കൊണ്ട് എത്രയെത്ര നുണകൾ. നമ്മൾ വിചാരിച്ചു ഈ സതീശൻ മാത്രമാണ് നുണേശനാവുന്നത് എന്നാണ്. പക്ഷെ അവർ മാത്രമല്ല, നമ്മളെ ലീഗുകാർ, അവർക്ക് നല്ല കൂട്ടിന് കിട്ടിയിട്ടുണ്ട്. ആര്? ജമാഅത്തെ ഇസ്ലാമിക്കാർ. മുസ്ലിം വീടുകളിലൊക്കെ പോയിട്ട് എന്തൊക്കെ നുണകളാണ് അവർ പ്രചരിപ്പിക്കുന്നത്. SIR നടപ്പാക്കുന്നത് പിണറായി വിജയനാണ്. ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ ക്ഷാമത്തിന് ഉത്തരവാദി പിണറായി വിജയനാണ് അല്ലേ? പല നുണകളും വീടുകളിൽ പോയി പ്രചരിപ്പിക്കുകയാണ്. വസ്തുത പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഈ കേരളത്തിൽ കോൺഗ്രസും ലീഗും ഭരിക്കുന്ന കാലത്തല്ലേ എല്ലാ വർഗീയ കലാപങ്ങളും നടന്നത്? കോഴിക്കോട് വർഗീയ കലാപം നടക്കുമ്പോൾ ആരായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? കോൺഗ്രസ് നേതാവ് ശ്രീമാൻ ആന്റണി. കൂടി ആരാ ഭരിച്ചത്? കുഞ്ഞാലിക്കുട്ടി അല്ലേ? അവിടെ നമ്മൾ ഡീലിൻ്റെ കഥ കണ്ടു അല്ലേ? ഡീലിൻ്റെ സംഭവം എന്തായിരുന്നു? മാറാട് കലാപത്തിൻ്റെ തുടക്കം ഒരു ക്ലബിൻ്റെ വാർഷികാഘോഷം, പുതുവർഷ പുലരിയുടെ തലേ ദിവസം. അന്ന് RSS ഒരു ഭാഗത്ത്, ലീഗും NDF മറുഭാഗത്ത് പരസ്പരം കൊന്നു 5 ആൾ ഒരു ദിവസം. ആദ്യത്തെ മാറാട് കലാപത്തിൻ്റെ ഘട്ടത്തിൽ 5 ആൾ കൊല ചെയ്യപ്പെട്ടു മാറാട്. അതിന് പ്രതികാരം ചെയ്യാൻ പിന്നീട് ചിലർ ഒരുങ്ങി കടപ്പുറത്ത് കാറ്റുകൊള്ളനായിരിക്കുകയായിരുന്ന ചെറുപ്പക്കാർ 9 ചെറുപ്പക്കാരെ വാൾ വീശി തലയറുത്ത് കൊന്നു. 9, 5, 14. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ചെറിയ കടപ്പുറം പ്രദേശത്ത് 14 ആളെ കൊന്നില്ലേ? മാറാട് കലാപത്തെപ്പറ്റി പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും വിഷമം, ലീഗുകാർക്ക് പ്രത്യേക വിഷമം അല്ലേ? നിങ്ങൾ വിഷമിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ വിഷമിക്കും. അവിടെയും ഡീലുണ്ടായി, നിഷേധിക്കാൻ കഴിയുമോ? മാറാട് കലാപത്തെ സംബന്ധിച്ച് അന്നത്തെ UDF ഗവൺമെൻറ് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിശ്ചയിച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ ഉണ്ട് നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ. കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, തോമസ് ജോസഫിൻ്റെ കമ്മീഷൻ റിപ്പോർട്ട്. എന്നാൽ ആ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ ഡീല് നടത്തിയല്ലോ. നമ്മുടെ ഇവിടെയൊക്കെ BJP-ക്കാരുണ്ടല്ലോ, സ്ഥാനാർത്ഥി ഉണ്ടല്ലോ ഇവിടെ അല്ലേ? ആ BJP-ക്കാരോട് ചോദിക്കുകയാണ്, മാറാട് കലാപത്തെ തുറന്ന് BJP നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? എന്താ മുദ്രാവാക്യം? മാറാട് കലാപത്തെക്കുറിച്ച് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം അല്ലേ? ഇപ്പോൾ പിണറായി വിജയൻ മോദിയായിട്ട് ഡീല് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ഇവിടുത്തെ BJP-ക്കാരോടും ലീഗുകാരോടും ചോദിക്കുകയാണ്, BJP-ക്കാർ മാറാട് കലാപത്തിന് ശേഷം ആ കലാപത്തെക്കുറിച്ച് കേരളത്തിലെ ഗവൺമെൻറ് നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ മാത്രം പോരാ, പിന്നെയോ CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. അതിൻ്റെ പിന്നിൽ വിദേശ ശക്തികളുണ്ട് എന്ന് ആക്ഷേപിച്ച് സമരം നടത്തിയവരാണ് BJP. ഇവിടെ പോയി BJP-ക്കാരെ നിങ്ങളുടെ മുദ്രാവാക്യം എന്തേ കോഴിക്കോട് കടപ്പുറത്തെ പൂഴിയിൽ അത് പൂഴ്ത്തിവെച്ചു, അത് മണ്ണിട്ട് മൂടി? BJP-ക്കാരുടെ മുദ്രാവാക്യം. കുഞ്ഞാലിക്കുട്ടിക്ക് നല്ലോണം അറിയാം എന്താണ് ഡീൽ. CPM-നെ ഒഴിച്ചു നിർത്തി. അതാണ് അന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് സഖാവ് പിണറായി വിജയൻ. ആ കലാപത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ വീട് സന്ദർശിക്കാൻ പോയപ്പോൾ RSS-കാർ പിണറായിയെ തടഞ്ഞു, തിരിച്ചയച്ചു. പക്ഷേ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ഡീല് നടക്കുകയായിരുന്നു. ആര് തമ്മിൽ? ആന്റണി, കുഞ്ഞാലിക്കുട്ടി, RSS നേതാക്കന്മാർ. ആ ഡീല് പ്രകാരം മാറാട് കലാപത്തെക്കുറിച്ച് CBI അന്വേഷണം എന്നുള്ള ആവശ്യത്തിൽ നിന്ന് BJP പിന്മാങ്ങി. അത് ലീഗ് എന്തെല്ലാം ചെയ്തു എന്ന് ലീഗ് നേതാക്കന്മാർക്കേ പറയാൻ പറ്റും, ഏത് ഡീൽ ഒപ്പിക്കാൻ അല്ലേ? ഇപ്പോൾ ഡീലിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വീട്ടിൽ പോയി ജമാഅത്തെ ഇസ്ലാമിക്കാർ മർമറി കുശുകുശുപ്പ് പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ ഇസ്ലാമോഫോബിയ ബാധിച്ചവരാണ്, ഇസ്ലാം ഭീതി ഉണ്ടാക്കുകയാണ്. CPIM ഇസ്ലാം ഭീതി ഉണ്ടാക്കുകയാണ്. ആരായി രാജ്യത്ത് ഇസ്ലാം ഭീതി ഉണ്ടാക്കുന്നത്? രാജ്യത്തിലെ RSS BJP. അതിനെപ്പറ്റി പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. ധൈര്യമുണ്ടോ അതിന്? അതിന് ധൈര്യമില്ല. പിന്നെ CPM-നെ പറ്റി പറയാ, പിണറായിയെ പറ്റി പറയാ, ഡീലിനെ പറ്റി പറയാ, എന്നിട്ട് നുണ പ്രചരിപ്പിക്കുക. ഇസ്ലാമോഫോബിയ ആരെ ബാധിച്ചിരിക്കുന്നു? ഇടതുപക്ഷത്തെ ഇസ്ലാമോഫോബിയ ബാധിച്ചിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുന്ന സമീപനമാണ് CPM സ്വീകരിക്കുന്നത്, ഇടതുപക്ഷം സ്വീകരിക്കുന്നത് എന്ന മട്ടിലുള്ള നുണപ്രചരണങ്ങൾ അത് വലിയ തോതിൽ പ്രചരിപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറയുമ്പോൾ അത് ലീഗിൻ്റെ സ്വാധീനവുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഒരു പ്രസ്ഥാനമല്ലേ ജമാഅത്തെ ഇസ്ലാമി? പക്ഷേ 1 ലിറ്റർ പാലിൽ 1 തുള്ളി വിഷം മതി. അതാ ജമാഅത്തെ ഇസ്ലാമി. അവർക്ക് മീഡിയ 1 അല്ലേ ചാനലുണ്ട്. ലീഗിനുണ്ടോ ചാനൽ? ലീഗിൻ്റെ പത്രമാണ് ചന്ദ്രിക. ചന്ദ്രികയെക്കാളും സർക്കുലേഷനുള്ള പത്രമാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ മലയാളത്തിലെ നാവ്, മാധ്യമം പത്രം. അതിലൂടെ എന്താണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? CPM വിരോധം, ഇടതുപക്ഷ വിരോധം എന്ന് മാത്രമല്ല, അതുവഴി രാജ്യത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെയും വേട്ടയാടി അവരെ വൽക്കരിച്ചുകൊണ്ട്
മുന്നോട്ട് പോകുന്ന ഹിന്ദു രാഷ്ട്രവാദികൾക്ക് സഹായകരമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു ലീഗും ജമാഅത്തെ ഇസ്ലാമി. എന്തെല്ലാം നുണകളാണ് പ്രചരിപ്പിക്കുന്നതെന്നറിയോ? SIR പട്ടിക ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളെ പട്ടികയിൽ നിന്ന് നീക്കാൻ ശ്രമിക്കുന്നത് പിണറായി വിജയൻ. നോക്കണം നിങ്ങൾ, യാഥാർത്ഥ്യം എന്താണ്? ഈ നുണയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വൈരുദ്ധ്യം എവിടെ കിടക്കുന്നു? ഇന്ത്യ രാജ്യത്ത് അല്ലയോ കുഞ്ഞാലിക്കുട്ടി, നിങ്ങൾ UDFന്റെ ഭാഗമായി, കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളുണ്ട്. രാജ്യത്തിലെ BJP ഗവൺമെന്റ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിക്കൊണ്ട് പൗരത്വത്തിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ അകറ്റാൻ, പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി രാജ്യത്തിലെ RSS BJP പരിശ്രമിക്കുമ്പോൾ അല്ലയോ കോൺഗ്രസ്സുകാരെ, ലീഗുകാരെ, നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമുണ്ടല്ലോ കർണാടകം, എന്തൊക്കെ ചെയ്തോ? 3 സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്നു. ചെയ്തത് കേരളത്തിലെ പിണറായി സർക്കാരാണ്, മനസ്സിലായിക്കൊള്ളണം. കേരളത്തിൽ എത്രയോ കാലമായി താമസിച്ചു വരുന്നവർക്ക് നാറ്റിവിറ്റി കാർഡ് നിയമസഭ പാസാക്കിയ നിയമപ്രകാരം സംരക്ഷണം കൊടുക്കുന്നു കേരളത്തിലെ പിണറായി സർക്കാർ. മോദി സർക്കാരോ പൗരത്വത്തിൻ്റെ പേര് പറഞ്ഞ് ആ നിയമ ഭേദഗതി നടപ്പാക്കി ന്യൂനപക്ഷങ്ങളെ പൗരത്വത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്ന നിയമനിർമ്മാണം നടത്തുന്നത് കേരളത്തിലെ LDF സർക്കാർ. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജി ഇന്ത്യയിലെ 3 സംസ്ഥാന ഗവൺമെൻറ്റുകളാണ്, ഒറ്റ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റും ഇല്ല. കേരളത്തിലെ ഗവൺമെൻറ് കേസ് കൊടുത്തു, തമിഴ്നാട്ടിലെ ഗവൺമെൻറ് കേസ് കൊടുത്തു, ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് കേസ് കൊടുത്തു. എന്തേ കോൺഗ്രസ് ചെയ്യാത്തത്? കോൺഗ്രസ് മിണ്ടുന്നുണ്ടോ അതിനെക്കുറിച്ച്? ഇതാണ് കോൺഗ്രസ്. അവസരവാദ നയം, വഞ്ചനാപരമായിട്ടുള്ള നയം. അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം. അതുകൊണ്ടാണ് നമ്മുടെ മലപ്പുറത്ത് ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന ലീഗിൻ്റെ സ്ഥാനാർത്ഥി നടത്തിയ പ്രസംഗം നമ്മളെല്ലാം ശ്രദ്ധിച്ചല്ലോ. എന്താണ്? 9.5 കൊല്ലം ഞങ്ങൾ വെയിലത്ത് നിന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു കയറിയാൽ എല്ലാം കുടലാക്കണമെന്ന. 9.5 കൊല്ലം ഞങ്ങൾ വെയിലത്ത് നിന്നു, അധികാരത്തിന് വെളിയിൽ നിൽക്കേണ്ടി വന്നു, ഇനി അധികാരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം ഞങ്ങൾ തിരിച്ചെടുക്കും. തട്ടിപ്പും അഴിമതിയുമായിരുന്നില്ലേ മുൻകാലത്തെ UDFന്റെ ഭരണം? ഇരുട്ടായിരുന്നില്ലേ അന്ന്? ലോഡ് ഷെഡിങ്, പവർ കട്ട് ഉണ്ടോ ഈ 10 വർഷക്കാലം? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചു 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണം. എന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ വികസന കാഴ്ചപ്പാട് അത് വലതുപക്ഷത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ്. BJPക്കാരും UDFകാരും പറയുന്നത് 10 വർഷക്കാലം കേരളത്തിൽ വികസന മുരടിപ്പുണ്ടായി എന്നാണ്. വികസന മുരടിപ്പ് കേരളത്തിൽ, അല്ലേ? നിങ്ങൾ നോക്കൂ, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് കാണിച്ച ഭാവന. സാമ്പത്തികമായിട്ട് നമ്മൾ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു. അതേക്കുറിച്ച് നോബൽ സമ്മാന ജേതാവ്, പ്രശസ്തനായിട്ടുള്ള, ലോകപ്രശസ്തനായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യാസൻ, അദ്ദേഹത്തിന് ഇപ്പോൾ 90 വയസ്സായി. ആ അമർത്യാസൻ 2031 കേരളം ഏത് വിധത്തിലായിരിക്കണം എന്ന് വിഭാവന ചെയ്യുന്നതിന് തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ള സെമിനാറിൽ അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുത്തു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ LDFനെ അനുകൂലിക്കുന്നവർ മാത്രമല്ല, എല്ലാവരും, നമ്മുടെ നാടിൻ്റെ ഭാവി ആഗ്രഹിക്കുന്ന എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾ പരിഗണിക്കേണ്ട കാര്യമാണ്. എന്താ അമർത്യാസൻ പറഞ്ഞെന്നറിയോ? 57 കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ കൽക്കത്തയിലെ കോഫി ഷോപ്പിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ യുവാക്കൾ ചർച്ച ചെയ്തു. അന്ന് വലിയ സംഭവമാണല്ലോ. കമ്മ്യൂണിസ്റ്റുകാർ വോട്ടെടുപ്പിലൂടെ ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ നാടിന് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി? സ്വാതന്ത്ര്യത്തിന് ശേഷം 10 വർഷം പിന്നിടുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. മുതലാളിത്തത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടിനകത്ത് ഒരു സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? അന്നത്തെ യുവാക്കളിൽ പലരും പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കേരളം ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നണിയിലാണ്. 60% ദരിദ്രരുള്ള സംസ്ഥാനമാണ് 57 കേരളം. പക്ഷെ അന്ന് മുതൽ ഇടക്കിടക്ക് കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 2026 ആകുമ്പോഴേക്ക് ഇന്ത്യയിൽ തന്നെ പ്രതിശീർഷ വരുമാനം, ആളോഹരി വരുമാനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു. വികസനം, ക്ഷേമം, അക്കാര്യത്തിൽ വമ്പിച്ച പുരോഗതി നേടിയിരിക്കുന്നു കേരളം. എന്നിട്ട് അമർത്യാസൻ പറയാണ്, അന്ന് സംശയം ഉന്നയിച്ച യുവാക്കളുണ്ട്. ഇപ്പോൾ 90 വയസ്സായി അദ്ദേഹത്തിന്. EMS അന്ന് അധികാരത്തിൽ വന്നപ്പോൾ കൊൽക്കത്തയിലെ കോഫി ഷോപ്പിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പ്രവചിച്ചിട്ടുള്ള അന്നത്തെ യുവാക്കൾക്ക്, ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് എൻ്റെ വക സൗജന്യമായിട്ടൊരു കോഫി വാങ്ങിച്ചു കൊടുക്കാം എന്നാണ് പറയുന്നത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇടതുപക്ഷക്കാരനൊന്നുമല്ല, അറിയപ്പെടുന്നൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ കേരളത്തിലേക്ക്, ഇന്നത്തെ ജനങ്ങളിലേക്ക്, അവരുടെ സാമൂഹ്യ സാമ്പത്തിക നിലവാരത്തിലേക്ക് വളർത്തിയെടുക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ച പങ്ക്, ഇടതുപക്ഷക്കാർ വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു കാര്യമാണ്. നിങ്ങൾ നോക്കൂ, വികസനം കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടും ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടും ഒന്നാണോ? എല്ലാവരും പറയുന്നു വികസനം, BJPക്കാർ പറയുന്നു കേരളത്തിൽ വികസനം മുരടിപ്പാൻ. തീർച്ചയായിട്ടും നിങ്ങളുടെ കാഴ്ചപ്പാടുമായിട്ട് വ്യത്യാസമുണ്ട്. എന്താ ഇടതുപക്ഷത്തിൻ്റെ വികസന കാഴ്ചപ്പാടിൻ്റെ സവിശേഷത? ഇടതുപക്ഷം പറയുന്നു വികസനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹരിശ്രീ തുടങ്ങേണ്ടത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി വരുത്തിക്കൊണ്ടാണ്.
ആണ്. നമ്മൾ എഴുത്തിനിരിക്കുമ്പോൾ ഹരിശ്രീയിൽ നിന്നാണ് തുടങ്ങുക. അതാ കേരളത്തിൽ ഇടതുപക്ഷം നടപ്പാക്കിയത്. പാവപ്പെട്ടവന് ആനുകൂല്യം കൊടുക്കുക, അവനെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുക, അവന് കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. നടന്നില്ലേ കേരളത്തിൽ? അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളം പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത വിധം. സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൻപുറത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ, ആ പദ്ധതി എങ്ങനെയാണ് വന്നത്? 2004 ഇടതുപക്ഷ എംപിമാരുടെ പിന്തുണയോടുകൂടി മാത്രമേ അന്നത്തെ കോൺഗ്രസിന് നേതൃത്വമുള്ള ഒന്നാം UPA ഗവൺമെൻറ് നിലനിൽക്കാൻ പറ്റൂ എന്നുള്ള വന്നപ്പോൾ ഇടതുപക്ഷ പാർട്ടികളുടെ മുമ്പിൽ അന്ന് കോൺഗ്രസ് വെച്ച വാഗ്ദാനം നിങ്ങൾക്ക് എത്ര മന്ത്രിസ്ഥാനം വേണം എന്നതാണ്. CPM പറഞ്ഞു ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനമൊന്നും വേണ്ട, കാരണം കോൺഗ്രസ്സാണ്, നിങ്ങളുമായിട്ട് സ്ഥിരമായിട്ടൊരു സഖ്യം സാധ്യമല്ല, അതുകൊണ്ട് ഞങ്ങൾ നൽകുന്ന പിന്തുണക്ക് ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യം മാത്രമാണ്, ഗ്രാമീണ മേഖലയിലെ കോടിക്കണക്കിനായിട്ടുള്ള ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ ഗവൺമെൻറ് തന്നെ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന പദ്ധതി ആരംഭിക്കണം. അങ്ങനെയാണ് 2006 തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്. മനസ്സിലായോ? അതാ വികസനം. പിന്നെയോ 1980 സഖാവ് നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളിക്ക് 45 ഉറുപ്പ്യ പെൻഷൻ. ഒരു ദിവസമല്ല അല്ലേ, ഒരു മാസത്തിൽ 45 ഉറുപ്പ്യ പെൻഷൻ കൊടുത്തപ്പോൾ അതിനെ ആക്ഷേപിച്ചവരായി കോൺഗ്രസ്സുകാർ. ഇപ്പം എന്താ പറയുന്നത്? നിങ്ങൾ കൈപ്പത്തിക്ക് കുത്തിക്കോ ഏണിക്ക് കുത്തിക്കോ, ഞങ്ങൾ വന്നാൽ എത്ര കൊടുക്കും? 3000 കൊടുക്കുന്നതാണ്. 45 ഉറുപ്പ്യയിൽ നിന്ന് 2000 ഉറുപ്പ്യയായിട്ട് വർദ്ധിപ്പിച്ചു ഇടതുപക്ഷം. അത് ഈ വികസന കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. മഹാത്മാഗാന്ധി എങ്ങനെയായിരിക്കണം സ്വതന്ത്ര ഇന്ത്യ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അവസാനത്തെ ആളുടെ കണ്ണീരൊപ്പുന്ന ഒരു വ്യവസ്ഥ വേണമെന്നതാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യ. അത് നടപ്പാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരുമാണ്. അവസാനത്തെ ആളുടെ കണ്ണീരൊപ്പുക, തൊഴിലുറപ്പ് പദ്ധതി, വരുമാനം. പിന്നെയോ സാമൂഹ്യക്ഷേമ പെൻഷൻ. ഇപ്പോൾ UDF പറയാം, ഞങ്ങൾക്ക് വോട്ട് ചെയ്തോ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എത്ര തരും? 3000 ഉറുപ്പ്യ തരും അല്ലേ. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, പണ്ടൊക്കെ ഈ കൊപ്പരയാട്ടുന്ന സ്ഥലമുണ്ട്, കൊപ്പരയാട്ടിയിട്ട് എണ്ണയെടുക്കുക. അപ്പോൾ അവിടെ ഒരു ചെറിയ പയ്യൻ പോയി. ആ ചെറിയ പയ്യൻ പറഞ്ഞു, ഒരു കഷ്ണം പിണ്ണാക്ക് തരുമെന്ന്. എണ്ണയാട്ടി കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ഭാഗമാണല്ലോ പിണ്ണാക്ക്. ആ പിണ്ണാക്ക് സൗജന്യമായി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. അപ്പോൾ അയാൾ ആട്ടി അകറ്റി, ഈ കൊപ്പരയാട്ടുന്ന ആൾ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പോൾ കൊപ്പരയൊന്നും തരില്ല, നിങ്ങൾ വീട്ടിൽ വന്നാൽ എണ്ണ തരാമെന്ന്. മനസ്സിലായില്ലേ? കൊപ്പരയാട്ടുന്ന സ്ഥലത്ത് പോയിട്ട് പിണ്ണാക്ക് പോലും കൊടുക്കാത്ത വിദ്വാന്മാർ അവർ പറയാം, വീട്ടിൽ വന്നോ എണ്ണ തരാം. പരിഹാസ്യമായിട്ടുള്ള പ്രകടന പത്രികയല്ലേ കോൺഗ്രസ്സുകാരെ, ലീഗുകാരെ നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. 45 ഉറുപ്പ്യയിൽ നിന്ന് 2000 ഉറുപ്പ്യയായിട്ട് വർദ്ധിപ്പിക്കുന്ന ഘട്ടത്തിൽ ഒട്ടേറെ വർഷമുണ്ടല്ലോ, 80 to 2016 നിങ്ങളെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരുന്നല്ലോ. ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി ഇവരൊക്കെ അധികാരത്തിൽ വന്നു. എത്ര ഉറുപ്പ്യ നിങ്ങൾ വർദ്ധിപ്പിച്ചത്? ഇപ്പം 3000 കൊടുക്കുന്നാണല്ലോ പറയുന്നത്. എത്രയാണ് വർദ്ധിപ്പിച്ചത്? 100 ഉറുപ്പ്യ മാത്രം. 100 ഉറുപ്പ്യ വർദ്ധിപ്പിച്ചു, പക്ഷേ 18 മാസം ഒന്നും കൊടുത്തില്ല. 100 ഉറുപ്പ്യ പോയിട്ട് ഒന്നും കൊടുക്കാത്ത വിദ്വാന്മാർ ഇപ്പോൾ പറയുന്നത് ഞങ്ങളെ അധികാരത്തിൽ വരുത്തൂ, ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരൂ, 3000 ഉറുപ്പ്യാക്കാം. പക്ഷേ പറയുന്നത് നടപ്പാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേത്. ആ LDF ഇപ്പോൾ പ്രകടന പത്രികയിലൂടെ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 2000 എത്രയാക്കും? 3000 ഉറുപ്പ്യാക്കും. അപ്പോൾ വിശ്വസിക്കാവുന്ന വാഗ്ദാനം, അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇതാണ് വികസനം. എന്നാൽ ഇത് മാത്രമാണോ? അല്ല. റോഡ്, പാലങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആസ്പത്രി കെട്ടിടങ്ങൾ. അമർത്യാസൻ പറഞ്ഞല്ലോ, 57 ഏറ്റവും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമായിരുന്ന കേരളം ഇന്ന് ഇത്രയും വികസനങ്ങൾ എങ്ങനെ നടപ്പാക്കി? ലെഫ്റ്റിൻ്റെ വിഷൻ, ഇടതുപക്ഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? നികുതിക്കും നികുതിയേതര വരുമാനത്തിനും പുറത്ത് വരുമാനം ഉണ്ടാക്കണം, വരുമാനം ഉണ്ടാക്കി വികസന പ്രവർത്തനങ്ങൾ നടത്തണം. എന്നിട്ടോ ആ മൂലധന ചെലവിൽ നിന്ന് ഈ വായ്പ വാങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചടക്കാനുള്ള വരുമാനം ഉണ്ടാക്കാം. അതൊരു സാമ്പത്തിക ശാസ്ത്രമാണ്. ഇടതുപക്ഷത്തിൻ്റെ സവിശേഷമായ വികസന കാഴ്ചപ്പാടിൻ്റെ പിന്നിലുള്ള സാമ്പത്തിക ശാസ്ത്രം നടപ്പാക്കിയത് അനുഭവവേദ്യമായിരിക്കുക ഇപ്പോൾ അല്ലേ. മസാല ബോണ്ട്, കിഫ്ബി, കൃത്യമായിട്ട് 1 ലക്ഷം കോടി ഉറുപ്പിയുടെ വികസന പ്രവർത്തനമാണ് നടത്തിയത്. ഞാൻ വളരെ വിശദമായി പറയുന്നില്ല. അപ്പോൾ ഇടതുപക്ഷം വികസനത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിലപാടുള്ളൊരു ശക്തി. അപ്പുറത്തോ വല്ല നിലപാടുണ്ടോ അവർക്ക്? അവർക്ക് കുഞ്ചൻ നമ്പ്യാർ പാടിയുന്ന പോലെ ഒറ്റ കാര്യം, ഇത് ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം. അത് മാത്രമാണ് വലതുപക്ഷത്തിനുള്ളതെങ്കിൽ ഇടതുപക്ഷത്തിന് ഈ നാട്ടിലെ ജനങ്ങളുടെ സർവ്വതോമുഖമായിട്ടുള്ള പുരോഗതി, അഭിവൃദ്ധി, നാടിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനം, മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്ന് നമ്മുടെ കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് ഇന്നൊരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. കാരണം എന്താ? നമ്മുടെ മുഖ്യമന്ത്രി ഇടക്കിടക്ക് കോൺഗ്രസ്സുകാരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ആ പണത്തിൻ്റെ കണക്ക്. ഏത് പണം? വയനാട് ഉണ്ടായിട്ടുള്ള ദുരന്തം, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. സുഹൃത്തുക്കളെ, എത്ര ദയനീയമായിട്ടൊരു ചിത്രമായിരുന്നു അന്ന് നമ്മൾ കണ്ടത്. 298 പേർ ഭൂമിക്കടിയിലായിട്ടുള്ള മഹാദുരന്തം. ആ ദുരന്തത്തിൽപ്പെട്ടപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ദൈനംദിനം രക്ഷാപ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെല്ലാം നിരീക്ഷിച്ചു, നേതൃത്വം കൊടുത്തു. 4 മന്ത്രിമാരവിടെ പോയി ക്യാമ്പ് ചെയ്തു. എന്നിട്ടോ ദുരിതാശ്വാസ ഫണ്ട് പിരിക്കാൻ ആഹ്വാനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ സമ്പാദ്യ കൊടുക്ക പൊട്ടിച്ച് ഫണ്ട് നൽകി അല്ലേ. ആ രക്ഷപ്പെട്ടവരെ
പുനരധിവസിപ്പിക്കണം. അതിനുവേണ്ടി അംഗൻവാടിയിൽ പോയിട്ട് ഞാനും വാങ്ങിച്ചു ഫണ്ട്. ഒരു കുട്ടി സമ്പാദ്യ കൊടുക്ക പൊട്ടിച്ചിട്ട് ഫണ്ട് തന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ. അങ്ങനെ പിരിച്ച പൈസ ഉപയോഗിച്ച് വയനാട്ടിൽ കൽപ്പറ്റയിൽ ടൗൺഷിപ്പ് 178 ഭവനങ്ങൾ പൂർത്തീകരിച്ചു. മൊത്തം 410 വീടുകൾ. ടൗൺഷിപ്പ് നമ്മുടെ സിനിമാ നടൻ മമ്മൂട്ടി അടക്കം പോയി. ഇപ്പോൾ അത് കൗതുകമായിട്ടുള്ളൊരു കാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടൂർ പോവാണിപ്പോൾ അവിടത്തേക്ക്. നമ്മുടെ സംസ്ഥാനത്തിലെ LDFൻ്റെ ഭരണം എങ്ങനെയാണ് അനാഥരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നത് എന്നതിൻ്റെ ഒന്നാം തരം തെളിവാണ്. മറുഭാഗത്ത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു പൈസയും കൊടുക്കരുത് എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത ആളുകളുണ്ട്. ആരൊക്കെയാണ്? അന്നത്തെ KPCC പ്രസിഡന്റ് സുധാകരൻ. ഒറ്റ പൈസയും കൊടുക്കാൻ പാടില്ല. നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ KPCCയുടെ ഫണ്ടിലേക്ക്. കണക്കുണ്ടോ അതിന്? മുഖ്യമന്ത്രി കൃത്യമായ രേഖകളെ അടിസ്ഥാനപ്പെടുത്തി കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിച്ചു, ആ പിരിച്ച പൈസയുടെ കണക്കുണ്ടോ? രാഷ്ട്രീയ പാർട്ടികൾ വരുന്ന വരുമാനം, ചെലവുകൾ ഒക്കെ എഴുതി ആ അക്കൗണ്ടുകൾ ഓഡിറ്റർമാർ ഓഡിറ്റ് ചെയ്തിട്ട് അത് ഔദ്യോഗിക സംവിധാനത്തിന് കൊടുക്കേണ്ടതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരുമാനവും ചെലവും ആ വരുമാനത്തിൻ്റെ സ്രോതസ് എല്ലാം കാണിച്ചുകൊണ്ട് അക്കൗണ്ട്സ് കൊടുക്കണം. ആ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ആയിരിക്കണം. മുഖ്യമന്ത്രി പറഞ്ഞു, ഇതാ ഓഡിറ്റ് ചെയ്തിട്ടുള്ള AICCയുടെ ഓഡിറ്റ് ചെയ്തിട്ടുള്ള കണക്കൊക്കെ വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവും മറ്റും പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം കണക്ക് കൃത്യമായിട്ട് അടയുന്നു. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് തമാശയായിട്ട്, ഇത് കുടിവെച്ച കോണകം പെട്ടിയിലുണ്ട് എന്നാണ് കേട്ടാ. കോണകം കറുത്തതൊന്നും നോക്കണ്ട, കുടിവെച്ച കോണകം പെട്ടിയിലുണ്ട്. എന്നാൽ പെട്ടിയിലുള്ള കോണകം ഇങ്ങ് പുറത്തെടുക്കണ്ടേ? കോൺഗ്രസ് പുറത്തെടുക്കുന്നില്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി കൃത്യമായി ചോദിച്ചു, AICCക്ക് അതിൻ്റെ കണക്കുകൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും KPCC പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളുടെ കണക്കുകൾ ഓഡിറ്റ് ചെയ്തിട്ട് ഔദ്യോഗികമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ട്, അതിലൊന്നും ഈ കണക്കില്ലല്ലോ എന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ യുവജന പ്രസ്ഥാനമുണ്ടോ DYFI, അവരെന്താ ചെയ്തത്? ആക്രി സാധനങ്ങൾ പെറുക്കി വിറ്റ് എത്ര കോടിയാ? 20 കോടി ഉറുപ്പിക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. ആ DYFIയുടെ ഫണ്ടിൻ്റെ ഭാഗമായിട്ട് വീട് എടുക്കുകയാണ്, അവിടെ പൂർത്തീകരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സണ്ണി ജോസഫ് പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങൾ ഒരു ആപ്പ് ഉണ്ടാക്കി, പാവപ്പെട്ടവനെ ആ മരിച്ചയാളുടെ ശവപ്പെട്ടി ഉപയോഗിച്ചുകൊണ്ട് ആ ശവപ്പെട്ടി കാണിച്ചുകൊണ്ട് ഫണ്ട് പിരിക്കുക. എന്നിട്ട് ആ ഫണ്ടൊക്കെ ഒരു ആപ്പിലാക്കി. ആപ്പ് നിർമ്മിക്കാനുള്ള ചിലവ് 9.3 ലക്ഷം ഉറുപ്പിക കേട്ടോ. 9 ലക്ഷത്തോളം ഉറുപ്പിക ആപ്പ് ഉണ്ടാക്കാൻ. ആപ്പ് വഴി പിരിച്ചെടുത്ത തുക 5.38 കോടി. ഒരു ജില്ലയിൽ നിന്ന് തന്നെ എത്ര ഫണ്ട് ഈ രാജ്യത്തിലെ കോൺഗ്രസിന് പിരിച്ചെടുക്കാൻ പറ്റും? പിരിച്ചെടുത്ത എത്രയാ? 5.38 കോടി. അതിന് പുറമെ യൂത്ത് കോൺഗ്രസ് പിരിച്ച തുക KPCC കൊടുത്തിട്ടുണ്ട്, അത് 1.5 കോടി. സ്ഥലം എടുക്കാനുള്ള മൊത്തം ചിലവ് 6.18 കോടി. അപ്പോൾ വീടെങ്ങനെ എടുക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. എത്രമാത്രം കബളിപ്പിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ്. ഇവർക്കല്ലേ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്? ഇവരല്ലേ സംസ്ഥാനത്തിൻ്റെ ഭരണചക്രം തിരിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വോട്ട് ചോദിക്കുന്നത്? 100 വീട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസേ, നിങ്ങൾ പിരിച്ച പൈസയൊക്കെ, ഇത് തന്നെയാണോ പിരിച്ചതെന്ന് പറയാൻ പറ്റില്ല, പിരിച്ച പൈസയൊക്കെ ആപ്പ് വഴി ആപ്പിലാക്കി, ഉടലിലാക്കി. എന്നിട്ട് ഇപ്പോൾ പറയാണ് ഇനി വീടെടുക്കണമെങ്കിലോ പിരിച്ച പൈസയൊക്കെ സ്ഥലം എടുക്കാൻ ചെലവഴിച്ചു, ഇനി വീടെടുക്കാൻ എന്ത് വേണം? ഇനിയും പിരിക്കണം എന്നാണ്. തട്ടിപ്പ് നടത്താനുള്ള പുതിയ വിദ്യ. ഇനിയും പിരിക്കണം അത്രേ വീടെടുക്കാൻ. സ്ഥലം ഞങ്ങൾ എടുത്തു, ഏത് കിട്ടിയ പൈസ കൊണ്ട് സ്ഥലം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ്? ഒരു വീടെടുക്കണമെങ്കിൽ പഞ്ചായത്തിന് മുൻകൂട്ടി പ്ലാൻ കൊടുക്കണ്ടേ? അനുമതി വാങ്ങിക്കണ്ടേ? വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ? അതാ മുഖ്യമന്ത്രി ചോദിച്ചത്. ഇങ്ങനെ കേരളത്തിൻ്റെ നശീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു ശക്തിയാണ് കേരളത്തിലെ UDF. ആ UDFനെ ദയനീയമായി പരാജയപ്പെടുത്തണം. പൊന്നാനി അസംബ്ലി മണ്ഡലം രാഷ്ട്രീയ പാരമ്പര്യമുള്ള മണ്ഡലമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമുള്ള മണ്ഡലം, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നിരവധി ഏടുകൾ സംഭാവന ചെയ്തിട്ടുള്ള മണ്ഡലം, രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഇടതുപക്ഷത്തോടൊപ്പവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പവും നിലനിന്നിട്ടുള്ള ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് സക്കീറിനെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചുകൊണ്ട് പൊന്നാനി മണ്ഡലം കേരളത്തിന് സന്ദേശം കൊടുക്കണം. പൊന്നാനി മണ്ഡലം കേരളത്തിന് സന്ദേശം കൊടുക്കുന്നത് പോലെ ഈ സംസ്ഥാനം രാജ്യത്തിനും ലോകത്തിനും ഒരു സന്ദേശം കൊടുക്കണം. 57-ലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം സമൂഹത്തിന് നൽകിയ സന്ദേശം പോലെ രാജ്യത്താകെ കോൺഗ്രസ് ഉള്ളപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ കേരളം ഭരിക്കട്ടെ. രാജ്യത്ത് ജനാധിപത്യവും മതനിരപേക്ഷതയും വെല്ലുവിളിക്കപ്പെടുമ്പോൾ അവയൊക്കെ സംരക്ഷിക്കാൻ കഴിയുന്ന കരുത്തുള്ള ഒരു ശക്തി കേരളം ഭരിക്കട്ടെ എന്നുള്ള സന്ദേശം നൽകണമെങ്കിൽ ഇവിടെ സഖാവ് സക്കീർ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ആ അടയാളത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ സഹോദരങ്ങളോടും വിനയപരിസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.